എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റെന്താണ് എന്തോന്ന് പാൻറ്റ് കീറിയ പാൻറ്റോ എന്തോ എനിക്ക് എൻ്റെ പേര് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഷോർട്ട്സ് ഇട്ടു. ഇപ്പം ഈ പറഞ്ഞതിനോട് ഞാൻ പറയും, ശ്രദ്ധിക്കണം മോളെ, ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ. എൻ്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. പ്രാർത്ഥന ഇന്ദ്രിയത്തിന്റെ ഡ്രസ്സിംഗ് ആണ് വിഷയം. അപ്പൊ അത് കുറച്ച് നാളുകളായിട്ടുള്ള ഒരു വിഷയമാണ് ഇതെന്ന് തന്നെ വേണം പറയാൻ. കാര്യം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മൾ എടുത്തു നോക്കിയിട്ട് ഇവരുടെ ഇപ്പൊ കമന്റ് ബോക്സ് ഒക്കെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഈ ഇന്ദ്രിയത്തിന്റെ മോളാണെന്നുള്ള രീതിക്കല്ലാണ്ട് അവർക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ടൊരു ക്യാരക്ടറായിട്ട് അവരെ ഈ ആരും കാണുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇപ്പോഴും ഇന്ദ്രിയത്തിന്റെ മോളല്ലേ, ഇന്ദ്രിയത്തെ അച്ഛൻ അങ്ങനത്തെ ഒരു ഇത്രയും വലിയ ആൾ, അച്ഛന്റെ പേര് കളയുന്ന മോളെന്നൊക്കെ ഉള്ള രീതിക്കുള്ള കമന്റുകളാണ് ഇവരുടെ കമന്റ് ബോക്സിനകത്തൊക്കെ വരുന്നത്. അപ്പൊ ഇവരുടെ ഈ ഒരു ഡ്രസ്സിങ്ങിനെ പറ്റിയും കാര്യങ്ങളൊക്കെ മല്ലിക സുകുമാരൻ, അതായത് ഇന്ദ്രിയത്തിന്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരനോട് ഈ അടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് ചോദിക്കുകയുണ്ടായി. അപ്പൊ അവർക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റെന്താണ് എന്തോന്ന് പാൻറ്റ് കീറിയ പാൻറ്റോ എന്തോ എനിക്ക് എൻ്റെ പേര് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഷോർട്ട്സ് ഇട്ടു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് 16 വയസ്സായി. ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണിമ ഇട്ടു തന്നെ ഇരിക്കട്ടെ, ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പോൾ ഇന്ദ്രന് എതിർപ്പില്ല, ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് എതിർപ്പില്ല, പിന്നെ ഞാനെന്തോ പറയാം. ഓക്കെ, അവർ പറഞ്ഞത് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അവർക്കൊരു പ്രശ്നമില്ല, അവർ ഈ ഒരു സംഭവം ഇടുന്നതുകൊണ്ട് അവർക്കൊരു വിഷയമില്ല. അതേപോലെ തന്നെ ഇപ്പൊ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഈ പറഞ്ഞ ഇന്ദ്രിയത്തിനാണെങ്കിലും പൂർണിമയ്ക്കാണെങ്കിലും അവർക്കും വിഷയമില്ല. പിന്നെ ആർക്കാണ് വിഷയം? പിന്നെ ഇവര് അതിനകത്ത് ഇപ്പൊ ആൾക്കാർ ഇവരുടെ അടുത്തും ചോദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കൊച്ചുമോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഇടരുത്, ഇതൊക്കെ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിനെതിരെയാണ് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്ത് തരത്തിലുള്ളതാണ്? കാര്യം അവനവന്റെ ഇഷ്ടമാണ്, അവനവൻ എന്തിടണം എന്തിടണ്ട എന്നുള്ളത്. അതിപ്പോ ഒരു വൾഗർ അല്ലാത്ത രീതിക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇടാം. പിന്നെ ഈ നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം നോക്കണമെങ്കിൽ പുള്ളിക്കാരി തന്നെ പുറത്ത് പഠിച്ചു വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഡ്രസ്സിങ് രീതിയൊക്കെ അവിടെ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ബാക്കിയുണ്ടാവും. അങ്ങനത്തെ എതിർപ്പുകൾ എന്തിനാ? പൂർണ്ണിമയുടെ പ്രധാന ജോലി ബൊട്ടീക്കാണ് അല്ലേ? പൂർണിമ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിൽ ഉടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ആ ഫോട്ടോ. പുറത്തേക്ക് പൂർണിമ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ലണ്ടൻ, എന്താ പറയുക, ഗൾഫിൽ, അമേരിക്കയിൽ. അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണിമ തന്നെ പൂർണിമയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ തയ്ച്ച് ഇട്ട് ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട്. കുട്ടിയല്ലേ, ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കയ്യില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടതിരിക്കും. അപ്പോൾ കൊച്ചുകുട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു, അവിടെ ചെല്ലുമ്പോൾ എന്താ ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ്, എന്താ ഇങ്ങനെ കയ്യില്ലാത്ത, ഇതിങ്ങനെ ചോദിക്കാൻ അവിടെ ഒന്നും ആരുമില്ല. നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളെ, പാശ്ചാത്യ രാജ്യങ്ങളെ വേഷവിധാനമൊക്കെ. അപ്പോൾ അവിടുന്ന് കുറേ ഡ്രസ്സ് വാങ്ങിക്കും, ഇടും, അത് വരും. അപ്പോൾ അത് അവിടെ ഇട്ടു. ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായ സാരി ഇടുന്നതുകൊണ്ട് പ്രാർത്ഥനയിൽ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അമ്പലത്തിലുമൊക്കെ പൂജകൾക്കൊക്കെ. അപ്പോൾ അത് കൊടുക്കും, ഇത് കൊടുക്കും, അതൊക്കെ അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അവരൊന്ന് മെച്യൂർ ആയിട്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. ഇപ്പൊ സാധാരണ ഇപ്പൊ ഈ ഒരു പ്രായത്തിനകത്തുള്ള നമ്മുടെ ഇവിടേക്കുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എന്ത് ഡ്രസ്സ് ഇട്ടുണ്ട് നടക്കുന്നു, അവൾ അങ്ങനെയുള്ളവളാണ് മറ്റവളാണെന്നൊക്കെ ഉള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മുടെ ഇവിടെ ഉള്ള ഈ ഒരു പ്രായത്തിനകത്തുള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. പക്ഷെ ഇവർ ഈ ഒരു ഇൻഡസ്ട്രീനകത്ത് ഇത്ര നാളുകളായിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കറിയാം എങ്ങനെയാണ് ആൾക്കാർ പെരുമാറുക. അത് ആൾക്കാർ പല രീതിക്കായിരിക്കും ഓരോ സംഭവങ്ങളോട് ആൾക്കാർ പെരുമാറുക. അപ്പൊ ആ ഒരു സംഭവം ഇവർക്ക് അറിയാം. അതിന്റെ ഒരു മെച്യൂരിറ്റി വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഇവര് നേരത്തെ ഞാൻ പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഇപ്പൊ ഇവര് പുറത്തു പോയിട്ടാണ് ഈ പ്രാർത്ഥന പഠിച്ചേക്കുന്നതും കാര്യങ്ങളൊക്കെ, ലണ്ടനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കായിരിക്കും അവര് ഡ്രസ്സ് ചെയ്യുന്നത്. അത് ആ ഒരു രീതിക്കായിരിക്കും അവർ ഡ്രസ്സ് ചെയ്യണത്. അതിപ്പോ നമ്മുടെ ഇവിടെ വളർന്ന ഒരാളും പുറത്തുള്ള ഒരാളും തമ്മിൽ നല്ല രീതിക്കുള്ള വ്യത്യാസങ്ങൾ ഡ്രസ്സിങ്ങിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളവർ പോലും ഇപ്പൊ പുറത്തുള്ളവരെ അനുകരിച്ചിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ആ സമയത്ത് പുറത്ത് പഠിച്ചൊരാളുടെ പിന്നെ പറയണോ അവർ ആ ഒരു രീതിക്കായിരിക്കും ഡ്രസ്സ് ചെയ്യണം. ഇനി അവർ ആ ഒരു പുറത്ത് പഠിച്ചവരല്ലാന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാൽ തന്നെ അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെ ഡ്രസ്സ് ചെയ്യണ്ട എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമാണ്. അതിനകത്ത് ഇപ്പൊ നമ്മൾ കയറി ഇപ്പൊ നമുക്കിപ്പോ അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചേരുന്നില്ല, ഇത് നിങ്ങൾക്ക് ചേരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പറയാനായിട്ടുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷേ ഒരാളുടെ അടുത്ത് നമ്മൾ പറയാനാണ് ഇത് എന്ത് ഡ്രസ്സാണ്, നീ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്, ഇതൊക്കെ ഒട്ടും കൊള്ളൂല എന്നൊക്കെ, അങ്ങനത്തെ ഒരു രീതിക്ക് നമ്മളേതാണ്ട് അവരുടെ നമുക്ക് എന്തോ അധികാരം ഉണ്ടെന്നുള്ള രീതിക്ക് സംസാരിക്കാനായിട്ടുള്ള അവകാശം ഒന്നും ആർക്കും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതിനോട് ഞാൻ പറയും. ശ്രദ്ധിക്കണം മോളെ, ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ.
എൻ്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല, എന്തെങ്കിലും ഒന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. ഇപ്പം ഞാൻ നാളെ ഇവിടെ ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ട് നടക്കാതിരിക്കട്ടെ, അല്ല ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പയ്യാമ പോലെ തയ്ച്ച്, ശരിയാണ്. പക്ഷേ അപ്പം പറയുന്നത് അയ്യോ ഇവരെന്തിങ്ങനെ, ഇവർക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വരെ ഇത് പറയും. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ലൂസ് പയ്യാമയെ ഷർട്ട് ഇട്ട് നടക്കുന്നത് ആരെങ്കിലും അന്വേഷിക്കുമോ? ഇല്ല. അപ്പം ഞാനങ്ങനെ നടക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെ ഞാൻ ജനിച്ച കാലം തൊട്ട് കാണുന്നു, ഞാൻ വിദേശത്തൊന്നും പഠിച്ചിട്ടുമില്ല പോയിട്ടുമില്ല. അതാണ്, നമ്മൾ എന്ത് ചെയ്താലും അതിന് പറയാനായിട്ട് ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മൾ സാരി ഉടുത്ത് നടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ഡ്രസ്സ് ഇട്ടാലും അത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ പല രീതിക്കായിരിക്കും ചിന്തിക്കണത്. ഇപ്പൊ ചിലര് പറയും ഇത് മലയാള തനിമ മറ്റതാണ് മറിച്ചാണെന്നൊക്കെ ചിലഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യണവരും ഉണ്ടാവും. ഇപ്പൊ സാരി ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ആൾക്കാരുണ്ടാവും അവള് കുലസ്ത് എന്ന് പറഞ്ഞിട്ട് അതിനെ കളിയാക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്ത് സംഭവമാണെങ്കിലും അതിനെ അനുകൂലിക്കുന്നവരുണ്ടാവും, അതിനെ വിമർശിക്കുന്നവരുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ. പക്ഷെ ഇതേപോലുള്ള കാര്യങ്ങളിനകത്ത് ഈ ഒരു വിമർശിക്കലിനുള്ളതിനപ്പുറത്തേക്ക്, അതായത് അവരെ അങ്ങോട്ട് കുത്തി പറയാ, അതേപോലെ തന്നെ അവരെ വീട്ടുകാരെ പറയാ, അങ്ങനത്തെ രീതിക്കുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ പ്രാർത്ഥനയുടെ തന്നെ കുറച്ച് 2-3 ഡ്രസ്സുകൾ പുള്ളിക്കാരി ഇട്ടിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ വെക്കാം. അപ്പൊ ആ ഒരു ഡ്രസ്സിങ്സ്, ആ ഒരു ഇത് കണ്ട, അതായത് പുള്ളിക്കാരി ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഇപ്പൊ പുറത്തൊരു ബീച്ചിനകത്ത് പോകുമ്പോൾ ഇടുന്നുള്ള ഒരു ഡ്രസ്സ് ആയിരിക്കും അമ്പലത്തിനകത്ത് പോകുമ്പോൾ ഇടുന്നത്. അപ്പൊ അതാണ് നമ്മൾ കോസ്റ്റ്യൂം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചും അതുപോലെ സാഹചര്യത്തിനനുസരിച്ചിട്ടൊക്കെയാണ് ഇവരൊക്കെ ഓരോന്ന് ഇടുന്നത്. അപ്പൊ അതിനകത്ത് ചെന്നിട്ട് ഇതേപോലത്തെ ഡ്രസ്സുകളൊക്കെയാണോ ഇടുന്നത്, അച്ഛന്റെ പേര് കളയാൻ അല്ലെങ്കിൽ മറ്റേ ചെറിയച്ഛന്റെ പേര് കളയാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്താനമൊക്കെ അനാവശ്യ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്കിനി ബാക്കിയുണ്ടോ? അങ്ങനെ ഒരു കുട്ടി ചെയ്തു, അതിന് അതിൻ്റെ അച്ഛൻ എന്ത് വേണം, അമ്മ എന്ത് വേണം, അത് അവർ നോക്കട്ടെ. എന്തെങ്കിലും ഒരു കുറച്ച് അയ്യോ വേണ്ട മോളെ എന്നുണ്ടെങ്കിൽ അത് പറയും, അവർ പറയും. ഓരോ സ്ഥലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ വരുന്നവരുടെ എന്ത് സദസ്സാണ്, എങ്ങനെയുള്ള സദസ്സാണ്, എന്ത് പരിപാടിയാണ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും കുട്ടികളൊക്കെ പലരും ഡ്രസ്സ് ചെയ്യൽ. ഇപ്പം ഞങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ അതല്ല. ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഈ ഹാഫ് സാരി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഹാഫ് സാരി, കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത്. പച്ചപ്പാവാട, വെള്ള ബ്ലൗസ്, വെള്ള ഹാഫ് സാരി. ഈ ഹാഫ് സാരി ഇപ്പോൾ കാണാറുണ്ടോ? എന്താ ആരും അന്വേഷിക്കാത്ത ഹാഫ് സാരി ഇവിടെ പോയത്? തമിഴ്നാട്ടിൽ പിന്നെയുണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ അതിന് പകരമാണ് ഇപ്പോൾ ഈ ചുരിദാർ വന്നിരിക്കുന്നത്. പക്ഷേ അത് കുറേ കൂടെ നല്ല ഡ്രസ്സാണ്, ഫുള്ളി കവേർഡാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ ചുരിദാറൊന്നും ഇല്ല. ഞങ്ങൾ ഹാഫ് സാരി എടുത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പോയി, പിന്നെ അത് കഴിഞ്ഞാൽ സാരി, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള ഡ്രസ്സുകളില്ല. അന്നും ചില വിദേശത്തു നിന്നൊക്കെ വരുന്ന പിള്ളേർ ചില പാൻറ്റും, പക്ഷേ അപ്പോഴും ഇതുപോലത്തെ ടോപ്പുകളൊന്നും അല്ല, ഈ കീറിയ പാൻറ്റൊന്നും ഇല്ല. അതൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോൾ ചിലർക്ക് ഒരു ആകർഷണീയത തോന്നും. അത് ഇപ്പോൾ 17 വയസ്സായ കുട്ടിക്ക് തോന്നാൻ പാടില്ല, 47 വയസ്സായ തടിച്ചുകൾക്കിടാം എന്ന് അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ ആദ്യം നിങ്ങൾ അവരെയൊക്കെ വിമർശിക്കുക. ഓക്കെ, അപ്പൊ ഈ തടിച്ചി എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞത് അത് പുള്ളിക്കാരി ആ ഒരു പ്രായത്തിന്റെയും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊണ്ടാവാം. എന്തായാലും പുള്ളിക്കാരി ഇത്രയും പറഞ്ഞതിനകത്ത് ആ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു വിയോജിപ്പായിട്ട് തോന്നിയത്, ആ തടിച്ചി എന്നുള്ള സംഭവം. അപ്പൊ അതെന്തായാലും പോട്ടെ. അപ്പൊ എന്തായാലും പുള്ളിക്കാരി പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളോട് എനിക്ക് സപ്പോർട്ടും കാര്യങ്ങളാണ് ഉള്ളത്. അതിനും പുള്ളിക്കാരി പറഞ്ഞതിനകത്തെല്ലാം പോയിന്റാണ്. അതായത് ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ചിട്ടും അതിന്റെ ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ മാറും. അതേപോലെ തന്നെ വസ്ത്രധാരണവും എല്ലാവരെയും മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല അത് മാറാൻ പാടില്ല. നമ്മൾ പണ്ട് എങ്ങനെയാണോ നമ്മൾ ഡ്രസ്സ് ഇട്ടത് അതേപോലെ തന്നെയാണ് നമുക്ക് ഇപ്പൊ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ പറയാനായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ ഇത് പറഞ്ഞിട്ടിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പൊട്ടക്കണ്ടിലെ തവളകളെ പോലെ നിങ്ങളവിടെ കിടന്നിട്ട് പറഞ്ഞിട്ട് തന്നെ ഇരിക്കും. ആരും അത് കേൾക്കാനും പോണില്ല, അതേപോലെ തന്നെ ആരും അതിന് വില കൊള്ളാനും പോണില്ല. നിങ്ങളുടെ വിലയാണ് അവിടെ പോവുള്ളൂ എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് കയറി ഇപ്പൊ ഈ കമന്റ് അടിക്കുന്നവരോട് പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഇവരെ കമന്റ് ബോക്സ് നോക്കിയിട്ട് ഞാൻ കുറച്ച് കമന്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാട്ടോ. അപ്പൊ ഈ കമന്റുകളിനകത്ത് ഇവർ ഭൂരിഭാഗവും പറഞ്ഞിട്ടിരിക്കണതെന്ന് പറഞ്ഞ് ഈ സുപ്രിയനെ പറ്റിയും അതേപോലെ തന്നെ അവരൊക്കെ മര്യാദയ്ക്കാണ് ഡ്രസ്സ് ചെയ്യുന്നത്, അവർക്കൊന്നും വിഷയമില്ല, നിങ്ങൾക്ക് മാത്രമാണ് ഈ വിഷയമുള്ളൂ. ഈ കമ്പാരിസണും പരിപാടിയാക്കി ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? ഇപ്പൊ സുപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വേറൊരു ഇൻഡിവിജ്വലാണ്. അതേപോലെ തന്നെ ഇപ്പൊ പൂർണിമ എന്ന് പറഞ്ഞാൽ അവരൊരു ഇൻഡിവിജ്വലാണ്. അതേപോലെ ഇപ്പൊ പൂർണിമയുടെ മോള് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവരൊരു ഇൻഡിവിജ്വലാണ്. ഇവരേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ പറ്റാത്ത? അല്ലാണ്ട് അവരിങ്ങനെ ആയതുകൊണ്ട് ഇവരിങ്ങനെ ആയിരിക്കണം അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണ്? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതേപോലെ ഇപ്പൊ സുപ്രിയക്ക് ഇഷ്ടമുള്ളതായിരിക്കും സുപ്രിയ ഇടുന്നത്, പൂർണിമയ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കും പൂർണിമ ഇടുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ
പ്രാർത്ഥനയ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കും പ്രാർത്ഥന ഇടുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. അവരവരെ ഇഷ്ടമായിട്ട് അതിനെ വിടാം. അല്ലാണ്ട് നമ്മൾ അതിനകത്ത് കയറി ഓവറായിട്ട് തലയിട്ടിട്ട് വെറുതെ അവരുടെ ജീവിതത്തിനകത്ത് വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ അനാവശ്യ കമ്പാരിസണുകളും അനാവശ്യ പിന്നെ ഈ കമന്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കണ്ടല്ല. അപ്പൊ ഇതേപോലുള്ള കമന്റുകളൊക്കെ അടിച്ച് വെറുതെ നമ്മുടെ സമയം കളയാണ്ടിരിക്കുക എന്ന് മാത്രമേ, നമ്മുടെ സമയം നമ്മുടെ വിലയും എന്തിനാണ് നമ്മൾ വെറുതെ ഇവർക്ക് വേണ്ടി കളയുന്നത്? അവരുടെ ലൈഫ് അവരെന്തോ ചെയ്യട്ടെ, അവർ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാൻ വീഡിയോയുടെ താഴെ കണ്ടിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിള്ളേർക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ. സീ യു.